ദില്ലിയിലെ പോലീസ് നടപടിയിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് കേൾക്കാം. പൂർണ്ണമായി ഇന്ന് രാജ്യത്ത് ജനാധിപത്യം സംഭവിച്ചിരിക്കുകയാണ്, ജനാധിപത്യം മരിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ രാജ്യമാസകലമുള്ള വിദ്യാർത്ഥികൾ ഡൽഹിയിലേക്ക് അടുക്കുകയും ഒരു വലിയ ജന്തർ മന്ദിറിലേക്ക് ഒരു മാർച്ച് നടത്തുന്ന സാഹചര്യം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉണ്ടായപ്പോൾ വളരെ മൃഗീയമായിട്ടാണ് ആ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവാക്കളെ, രക്ഷകർത്താക്കളെ അടിച്ചമർത്തുന്ന കാഴ്ച ഉണ്ടായത്. അത് ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രംഗത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ധ്വംസനമാണ് ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് തീർത്തും ജനാധിപത്യ ലംഘനമായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇന്ത്യയിൽ ഇതുവരെ കാണാൻ പാടില്ലാത്തൊരു ജൻസി യുദ്ധമാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാവരും പങ്കുചേരണമെന്ന് മാത്രമാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്നൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ജനാധിപത്യം മരിച്ചു, വിദ്യാർത്ഥികളെല്ലാം തെരുവിലാണ്. ഇതിനെതിരെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി വിദ്യാർത്ഥികൾ ഒപ്പം നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയുടെ ജനാധിപത്യം വളരെ വലിയ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതാണ്ട് 90ഓളം പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ അടക്കം ചോർന്ന അല്ലെങ്കിൽ വിശ്വാസ്യത തകർന്നൊരു സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ രാജിവെക്കാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ തകർന്നു എന്നതിന് ഉത്തമമായ ദൃഷ്ടാന്തമാണ്. ഇന്നലെ കുറേ പ്രതിഷേധങ്ങളെല്ലാം ഡൽഹിയിൽ നടന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ജിൻസി പിള്ളേരുടെ കൂട്ടായ്മയിലാണ് ഇപ്പോൾ BJPക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാ വിദ്യാർത്ഥികളും ഒന്നിച്ചിരിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാകും. അതാണ് അപ്പോൾ രാജ്യത്തെ തെരുവിൽ അലയടിച്ചുയരുന്ന ഈ ഒരു വിദ്യാർത്ഥി പ്രതിഷേധം കാണാൻ നമ്മുടെ സുപ്രീം കോടതിക്ക് സമയമില്ല എങ്കിലും, കാണാൻ കണ്ണില്ല എങ്കിലും, പരിഗണിക്കാൻ താല്പര്യമില്ല എങ്കിലും രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും മനസ്സ് ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോടൊപ്പമാണ്.